നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ആഗ്രഹം എത്ര വേഗമാണ് നടത്തിത്തരുന്നതെന്ന്. എത്ര വേഗമെന്നാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇതെങ്ങനെ ഇത്ര വേഗത്തിൽ സംഭവിച്ചു? എന്നാൽ ചിലപ്പോൾ അതേ ആഗ്രഹം, അതേ സ്വപ്നം വർഷങ്ങളോളം നടക്കാതെ അപൂർണമായി തുടരുന്നു. എന്തുകൊണ്ട്? സത്യത്തിൽ യൂണിവേഴ്സ് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ചില ആഗ്രഹങ്ങൾ ഉടനെ നടത്തിത്തരുകയും ചിലത് വൈകിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തെയും ബാലൻസ് ചെയ്യാൻ യൂണിവേഴ്സിന്റെ കൈവശം എന്തെങ്കിലും സീക്രട്ട് സിസ്റ്റം ഉണ്ടോ? ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. സ്പിരിച്വാലിറ്റിയും സയൻസും എനർജിയും ഒന്നിക്കുന്ന ഒരിടം. കാരണം ഇവിടെ നിന്നാണ് യൂണിവേഴ്സ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ശക്തി ആരംഭിക്കുന്നത്. സുഹൃത്തെ, യൂണിവേഴ്സ് ഒരു ജാലവിദ്യക്കാരനല്ല. ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവവുമല്ല. യൂണിവേഴ്സ് ഒരു പ്യുവർ എനർജി സിസ്റ്റമാണ്. ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ വൈബ്രേഷനും ഒരു തിരമാല പോലെ കറങ്ങുന്ന ഒരു വലിയ സമുദ്രം. നമ്മളെല്ലാം ആ സമുദ്രത്തിലെ ചെറിയ കണങ്ങളാണ്. അതായത് നമ്മൾ എന്ത് എനർജിയാണോ അയക്കുന്നത് അതേ എനർജി വലുതാക്കി യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരുന്നു. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ആ ട്രാൻസ്മിറ്ററാണ്. നിങ്ങളുടെ ഫീലിംഗ്സ് ആ സിഗ്നലാണ്. യൂണിവേഴ്സ് ഓരോ സിഗ്നലും കേൾക്കുന്ന റിസീവറാണ്. നിങ്ങളുടെ മനസ്സും ഹൃദയവും വാക്കുകളും ഒരേ ദിശയിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികൾ യൂണിവേഴ്സ് നിങ്ങൾക്കായി തുറന്നുതരും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സംശയമോ ഭയമോ നെഗറ്റിവിറ്റിയോ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് കാത്തിരിക്കും. അത് പറയും, ആദ്യം നിന്റെ എനർജി വൃത്തിയാക്കൂ, എന്നിട്ട് ഞാൻ നിനക്കായി വഴിയൊരുക്കാം. യൂണിവേഴ്സ് എങ്ങനെയാണ് കേൾക്കുന്നത്? യൂണിവേഴ്സ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാഷയിലല്ല മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വൈബ്രേഷനാണ്. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും പിന്നിലുള്ള യഥാർത്ഥ എനർജി. നിങ്ങൾ എനിക്ക് പണം വേണം എന്ന് പറയുമ്പോൾ പുറമേ അതൊരു ആഗ്രഹമായി തോന്നാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ യൂണിവേഴ്സിന് ലഭിക്കുന്ന വൈബ്രേഷൻ ഇല്ലായ്മയുടേതാണ്. അതായത് നിങ്ങളുടെ പക്കൽ ആ സാധനമില്ലെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ലാക്ക് അല്ലെങ്കിൽ കുറവിന്റെ എനർജിയാണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത്. എന്നാൽ അതേ കാര്യം നിങ്ങൾ നന്ദിയോടെ പറയുമ്പോൾ, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനർജിയുടെ ദിശ പൂർണ്ണമായും മാറുന്നു. ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കൊപ്പം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ പുറത്തുവരുന്നു. ഒരു വിശ്വാസം, ഒരു സന്തോഷം, ഒരു പൂർണ്ണതയുടെ തോന്നൽ. ഈ ഫീലിംഗ് ആണ് യൂണിവേഴ്സിനെ ആകർഷിക്കുന്നത്. ഓർക്കുക, യൂണിവേഴ്സ് വാക്കുകൾ വായിക്കുന്നില്ല, അത് നിങ്ങളുടെ എനർജി മാത്രമാണ് വായിക്കുന്നത്. ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴും ഉള്ളിൽ സംശയമോ ഭയമോ ആണ് തോന്നുന്നതെങ്കിൽ യൂണിവേഴ്സ് ആ പൊരുത്തക്കേട് മനസ്സിലാക്കുകയും മാനിഫെസ്റ്റേഷൻ വൈകിപ്പിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമാണ് യൂണിവേഴ്സ് നൽകുന്നത്. തയ്യാറാവുക എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ വികാരം, വിശ്വാസം, പ്രവൃത്തി എന്നിവ ഒരേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുക എന്നതാണ്. യൂണിവേഴ്സുമായുള്ള ആശയവിനിമയം നടക്കുന്നത് സംസാരത്തിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ്. നിങ്ങളൊന്നും മിണ്ടിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ സന്തോഷവും വിശ്വാസവും ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഓരോ വൈബ്രേഷനും കേൾക്കും. അതുകൊണ്ട് നിങ്ങളുടെ എനർജി എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. കാരണം നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ അനുഭവിക്കുന്നതാണ് യൂണിവേഴ്സ് തരുന്നത്. യൂണിവേഴ്സിന്റെ 3 രഹസ്യ നിയമങ്ങൾ. ഇനി നമുക്ക് പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ആ 3 രഹസ്യ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ 3 നിയമങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒന്നായി മാറും. ഒന്നാമത്തെ നിയമം, ലോ ഓഫ് വൈബ്രേഷൻ. എല്ലാം എനർജിയാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ പോലും. ഓരോ ചിന്തയും ഒരു ചെറിയ ഫ്രീക്വൻസി അയക്കുന്നുണ്ട്. അത് പ്രപഞ്ചത്തിൽ മുഴങ്ങുന്നു. നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച്, അത് സ്വപ്നമായാലും ഭയമായാലും, വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതേ വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് അയക്കുകയാണ്. യൂണിവേഴ്സ് ആ എനർജി വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ അയക്കുന്നു. അതായത് നിങ്ങൾ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഭാവനയിൽ കാണുമ്പോൾ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളും ആളുകളെയും യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ നിയമം, ലോ ഓഫ് അലൈൻമെന്റ്. യൂണിവേഴ്സിന് വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി ഇഷ്ടമാണ്. നിങ്ങളുടെ ചിന്തകൾ ഒരു ദിശയിലേക്കും ഫീലിംഗ്സ് മറ്റൊരു ദിശയിലേക്കും പോയാൽ എനർജി മുറിഞ്ഞുപോകും. ഇതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഉള്ളിൽ നടക്കുമോ എന്ന സംശയമുണ്ട് എന്ന്. ഓർക്കുക, ആശയക്കുഴപ്പമുള്ള വൈബ്രേഷനിൽ യൂണിവേഴ്സ് പ്രവർത്തിക്കില്ല. നിങ്ങളുടെ മനസ്സ്, ഹൃദയം, പ്രവൃത്തി എന്നിവ ഒരേ വരിയിൽ വരുന്നതുവരെ മാനിഫെസ്റ്റേഷൻ അപൂർണമായിരിക്കും. അതുകൊണ്ട് ആഗ്രഹത്തിനൊപ്പം നിങ്ങളുടെ എനർജിയെ അലൈൻ ചെയ്യുക. ആ കാര്യം ഇതിനകം നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ കാണാം യൂണിവേഴ്സ് അതിനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. മൂന്നാമത്തെ നിയമം, ലോ ഓഫ് അലൗവിംഗ്. ഇത് ഏറ്റവും ലളിതവും ശക്തവുമായ നിയമമാണ്. പലരും ആഗ്രഹം ചോദിക്കും, അഫർമേഷൻസ് പറയും, പക്ഷേ പിന്നെ ക്ഷമയില്ലാതെയാകും. എപ്പോൾ കിട്ടും? എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇവിടെയാണ് യൂണിവേഴ്സിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നത്. കാരണം നിങ്ങൾ വിഷമിക്കുമ്പോൾ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ്. അലൗവിംഗ് എന്നാൽ വിശ്വസിച്ച് വിട്ടുകൊടുക്കലാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. എപ്പോൾ, എങ്ങനെ എന്നീ ചോദ്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് യൂണിവേഴ്സ് അതിന്റെ മാജിക് തുടങ്ങുന്നത്. കാരണം നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന നിമിഷം എനർജി ഒഴുകാൻ തുടങ്ങും.
അതുകൊണ്ട് ഓർക്കുക, യൂണിവേഴ്സ് എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് വൈകിപ്പിക്കുകയല്ല, നിങ്ങളെ തയ്യാറാക്കുകയാണ്. നിങ്ങൾ വൈബ്രേഷൻ ശരിയായി വെക്കുക, അലൈൻമെന്റ് നിലനിർത്തുക, അലവിംഗ് അവസ്ഥയിൽ തുടരുക. ഇത് മൂന്നും ഒന്നിച്ചു വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. യൂണിവേഴ്സ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്? പലരും കരുതുന്നത് യൂണിവേഴ്സ് ഒരു മാന്ത്രികനെ പോലെയാണെന്നും ഒരു മാജിക് ബോക്സിലെല്ലാം ഉണ്ടെന്നും ചോദിച്ചാൽ മുകളിൽ നിന്ന് വീഴുമെന്നുമാണ്. എന്നാൽ സത്യമതല്ല. യൂണിവേഴ്സ് നേരിട്ട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരില്ല. അത് നിങ്ങൾക്ക് വഴികൾ, സാഹചര്യങ്ങൾ, ആശയങ്ങൾ, ആളുകൾ, അവസരങ്ങൾ എന്നിവയുടെ രൂപത്തിലാണ് നൽകുന്നത്. യൂണിവേഴ്സ് എപ്പോഴും എനർജിയുടെ ഒഴുക്കിലാണ് പ്രവർത്തിക്കുന്നത്. അത് നേരിട്ട് സാധനങ്ങൾ അയക്കില്ല. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലേക്ക് അത് നിങ്ങളെ തള്ളിവിടും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്ന് കരുതുക. യൂണിവേഴ്സ് പെട്ടെന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കായി വാതിൽ തുറന്നു തരുന്ന ഒരാളെ പരിചയപ്പെടുത്തും. അല്ലെങ്കിൽ നിങ്ങൾക്കായി പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാൻ തോന്നുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലിടും. അതായിരിക്കും നിങ്ങളുടെ സുവർണാവസരമായി മാറുന്നത്. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ യൂണിവേഴ്സ് ആദ്യം നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിക്കും. കാരണം സ്വയം സ്നേഹിക്കാത്തടത്തോളം പുറത്തുനിന്ന് സത്യസന്ധമായ സ്നേഹം ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇനി നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ യൂണിവേഴ്സ് നേരിട്ട് പണം തരില്ല. അതാദ്യം നിങ്ങളെ അച്ചടക്കം പഠിപ്പിക്കും, നന്ദി പറയാൻ പഠിപ്പിക്കും, കൊടുക്കാൻ പഠിപ്പിക്കും. കാരണം പണത്തിന് പിന്നാലെ ഓടുമ്പോഴല്ല, മറിച്ച് അതിന്റെ എനർജി മനസ്സിലാക്കുമ്പോഴാണ് സമൃദ്ധി വരുന്നത്. പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ആളുകൾ അകന്നുപോകും, സാഹചര്യങ്ങൾ മാറും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ അകപ്പെടും. ആ സമയത്ത് ഭൂരിഭാഗം ആളുകളും ഭയപ്പെടുകയും യൂണിവേഴ്സ് എന്നെ അവഗണിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യും. എന്നാൽ സത്യത്തിൽ ആ നിമിഷം യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി കളിക്കുകയാണ്. നിങ്ങളുടെ വൈബ്രേഷനുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളെ അത് നിങ്ങളിൽ നിന്ന് മാറ്റുകയാണ്. നിങ്ങൾക്ക് വിധിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങളടുത്തേക്ക് വരാൻ വേണ്ടിയാണിത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് മാറ്റം വന്നാലും, അത് പോസിറ്റീവായി തോന്നിയാലും വേദന നിറഞ്ഞതായി തോന്നിയാലും വിശ്വാസത്തോടെ സ്വീകരിക്കുക. കാരണം യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്കെതിരെയല്ല. ഓരോ തവണയും അത് നിങ്ങളെ തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ ഉയർന്ന ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്നവ ലഭിക്കാൻ നിങ്ങളുടെ എനർജിയെ ട്യൂൺ ചെയ്യുകയാണ്. ഓർക്കുക, യൂണിവേഴ്സ് ഒരിക്കലും നിരസിക്കില്ല. ശരിയായ സമയത്ത് ശരിയായത് ലഭിക്കാൻ വേണ്ടി അത് വൈകിപ്പിക്കുന്നു എന്ന് മാത്രം. മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്ങനെ? ഇനി നിങ്ങളുടെ ഓരോ ആഗ്രഹവും യാഥാർത്ഥ്യമാക്കാനുള്ള യഥാർത്ഥ വഴി അറിയാം. 1. വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായി അറിയില്ലെങ്കിൽ യൂണിവേഴ്സ് എങ്ങനെ അത് കൊണ്ടുവരും? അതുകൊണ്ട് ആഗ്രഹങ്ങളെ അവ്യക്തമായി വെക്കുന്നത് നിർത്തുക. പൂർണ്ണ വ്യക്തതയുള്ളവരാകുക. എനിക്ക് പണം വേണം എന്ന് മാത്രം പറയാതെ ഇത് എഴുതി വെക്കുക. എന്റെ വാടകയും പഠനവും കൈകാര്യം ചെയ്യാൻ എനിക്ക് മാസം ഇത്ര രൂപ വരുമാനം വേണം. അല്ലെങ്കിൽ എനിക്ക് വളർച്ച ലഭിക്കുന്ന 6 മാസത്തിനുള്ളിൽ ഇന്ന ഉത്തരവാദിത്തം ലഭിക്കുന്ന ഒരു ജോലി വേണം. നിങ്ങളുടെ ആഗ്രഹം വ്യക്തവും അളക്കാൻ കഴിയുന്നതുമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് തനിയെ വഴികൾ കണ്ടെത്താൻ തുടങ്ങും. ആ പ്രത്യേക ആഗ്രഹവുമായി പൊരുത്തപ്പെടുന്ന ആശയങ്ങളും അവസരങ്ങളും ആളുകളും മുന്നിലേക്ക് വരും. ഒരു ചെറിയ പ്രാക്ടിക്കൽ എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ ഒരു വരിയിൽ എഴുതുക. എത്രത്തോളം വിശദമാക്കാമോ അത്രയും നല്ലത്. തുക, സമയപരിധി, ഫീലിംഗ് എന്നിവ ഉൾപ്പെടുത്തുക. ഓരോ ദിവസവും രാവിലെ 30 സെക്കൻഡ് ഇത് വായിക്കുക. ഇത് വ്യക്തതയുടെ വെളിച്ചമെന്നും കത്തിച്ചു നിർത്തുകയും യൂണിവേഴ്സിന് വ്യക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്യും. 2. ഫീൽ ചെയ്യുക. ആഗ്രഹം കേവലം തലച്ചോറിൽ മാത്രം സൂക്ഷിക്കാനുള്ളതല്ല. അതിന്റെ ഏറ്റവും വലിയ സ്വാധീനം നിങ്ങളുടെ ഹൃദയത്തിലും ശരീരത്തിലുമാണ് ഉണ്ടാകേണ്ടത്. ഇതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ഇത്ര പവർഫുൾ ആകുന്നത്. ആ കാര്യം ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ അതിനൊപ്പം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ണടച്ച് കാണുമ്പോൾ ആ വസ്തുവിന്റെ വൈബ്രേഷൻ നിങ്ങൾ അയക്കുകയാണ്. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ. ആ സാധനത്തിന്റെ മണം, സ്പർശം, ആളുകളുടെ പ്രതികരണം, നിങ്ങളുടെ ഹൃദയമിടിപ്പ് എല്ലാം അനുഭവിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ വിജയമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് സങ്കല്പിക്കുക. ഏത് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എങ്ങനെയിരിക്കും? എത്രത്തോളം ആഴത്തിൽ നിങ്ങളത് അനുഭവിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ യൂണിവേഴ്സ് ആ ഫ്രീക്വൻസി പിടിച്ചെടുക്കും. ദിവസവും 5 മിനിറ്റ് മാറ്റിവെക്കുക. ദീർഘശ്വാസം എടുക്കുക. കണ്ണടച്ച് എല്ലാ വിശദാംശങ്ങളോടും കൂടി അത് അനുഭവിക്കുക. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുകയും ചെറിയ പ്രവൃത്തികൾ പോലും അലൈനാകാൻ തുടങ്ങുകയും ചെയ്യും. 3. നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള വാതിൽ തുറക്കുന്ന സൂപ്പർചാർജാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ, അത് രാവിലെ ലഭിക്കുന്ന ഒരു കപ്പ് ചായയാകാം, അല്ലെങ്കിൽ അപരിചിതനായ ഒരാളുടെ ചിരിയാകാം, നിങ്ങളുടെ ഉള്ളിലെ സമൃദ്ധിയെ നിങ്ങൾ സ്വീകരിച്ചു തുടങ്ങുകയാണ്. ഇതൊരു ലളിതമായ കാര്യമല്ല. അഭാവത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വൈബ്രേഷനെ മാറ്റുന്ന ടെക്നിക്കാണത്. ഒരു പ്രായോഗിക വഴി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക. പുതിയ കാര്യങ്ങൾ, ചെറിയ വിജയങ്ങൾ, അല്ലെങ്കിൽ ഒരു പാഠം. അടുത്ത ദിവസം രാവിലെ മുതൽ ഓരോ തവണ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും അതിനെ തടഞ്ഞ് 10 സെക്കൻഡ് നേരത്തേക്ക് ഒരു നന്ദിയുടെ ചിന്ത കൊണ്ടുവരിക. പതുക്കെ നിങ്ങളുടെ മനസ്സ് എനിക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻകൂട്ടി നന്ദി പറയാൻ തുടങ്ങും. ഈ ഭാഷയോടാണ് യൂണിവേഴ്സ് ഉടൻ പ്രതികരിക്കുന്നത്.
നന്ദിയിലൂടെ നിങ്ങൾ തുറക്കുന്നത് അപേക്ഷകളുടെ വാതിലല്ല, മറിച്ച് അവസരങ്ങളുടെ വാതിലാണ്. 4. ഡിറ്റാച്ച്മെന്റ് വിട്ടുനിൽക്കുക. ഏറ്റവും വലിയ പാഠം ഇതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നതും അതിൽ കടിച്ചു തൂങ്ങുന്നതും രണ്ടും രണ്ടാണ്. ഡിറ്റാച്ച്മെന്റ് എന്നാൽ നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ഫലത്തിനു വേണ്ടി മുട്ടുകുത്തി നിൽക്കാതിരിക്കുക എന്നാണ്. നിങ്ങൾക്ക് ശരിയായത് ശരിയായ സമയത്ത് വരും എന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയം ശാന്തമായിരിക്കുമ്പോൾ ടെൻഷന്റെയും തിടുക്കത്തിന്റെയും ലോ ഫ്രീക്വൻസി അയക്കുന്നത് നിങ്ങൾ നിർത്തും. സിഗ്നൽ വ്യക്തമാകുമ്പോഴും നിരാശയില്ലാതിരിക്കുമ്പോഴും മാത്രമേ യൂണിവേഴ്സ് മികച്ച പരിഹാരങ്ങൾ അയക്കൂ. ഒരു ചെറിയ പ്രാക്ടീസ്. നിങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ച ശേഷം 5 മിനിറ്റ് ചെറിയ ധ്യാനം ചെയ്യുക. എന്നിട്ട് പറയുക, ഞാൻ എന്റെ ജോലി ചെയ്തു, ഇനി യൂണിവേഴ്സിന് വിടുന്നു. പിന്നീട് പ്രായോഗികമായ പ്രവൃത്തികൾ തുടരുക, അപ്ലൈ ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. പക്ഷേ ദിവസവും ഫലത്തെക്കുറിച്ച് എണ്ണി നോക്കുന്നത് നിർത്തുക. നിർബന്ധ ബുദ്ധിയോടെ നോക്കുമ്പോൾ കാണാതെ പോകുന്ന അവസരങ്ങളെ ശ്രദ്ധിക്കാൻ ഡിറ്റാച്ച്മെന്റ് നിങ്ങളെ സഹായിക്കും. സമ്മർദ്ദത്തിലാകാതെ വരുന്നതിനെ സ്വീകരിക്കാനും പ്രവർത്തിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയും. സയൻസ് ഓഫ് യൂണിവേഴ്സ് ലിസണിംഗ്. നിങ്ങളുടെ വൈബ്രേഷൻ യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം അതിന്റെ രീതിയിൽ നിങ്ങൾക്ക് സൂചനകൾ അയക്കാൻ തുടങ്ങും. ഈ സൂചനകൾ വളരെ സൂക്ഷ്മമായിരിക്കും, എന്നാൽ ശ്രദ്ധയുള്ള വ്യക്തിക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പെട്ടെന്ന് നിങ്ങൾക്ക് പകൽ 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് എന്ന സമയം അടിക്കടി കാണാൻ തുടങ്ങുന്നു. ക്ലോക്കിൽ, വണ്ടികളുടെ നമ്പറിൽ, ഫോണിലെ സമയത്തിൽ. എവിടെ നോക്കിയാലും അതേ നമ്പർ. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതിന്റെ യൂണിവേഴ്സിന്റെ ആദ്യ സൂചനയാണിത്. അതുപോലെ 777 അല്ലെങ്കിൽ 555 പോലുള്ള ആവർത്തിക്കുന്ന നമ്പറുകൾ കാണുന്നതും നിങ്ങളുടെ എനർജി ഇപ്പോൾ അലൈനായിട്ടുണ്ടെന്നും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സൃഷ്ടിക്കാൻ തയ്യാറാണെന്നുമുള്ള സൂചനയാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കും. അതിന്റെ വരികൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയായിരിക്കും. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്ന രീതിയാണിത്. ചിലപ്പോൾ പഴയൊരു സുഹൃത്തിനെ പെട്ടെന്ന് കാണുകയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അവസരത്തിലേക്ക് അവൻ നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അപരിചിതനായ ഒരാൾ കുറച്ചു ദിവസമായി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങളോട് പറയും. ഇതൊന്നും യാദൃശ്ചികമല്ല, സിൻക്രോണിസിറ്റികളാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിധിയും ഒരേ ദിശയിൽ ഒഴുകുന്നു എന്നതിന്റെ യൂണിവേഴ്സിന്റെ സൂചനകളാണിവ. ഇത്തരം നിമിഷങ്ങളിൽ സംശയിക്കരുത്, ഭയപ്പെടരുത്. പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് സിഗ്നൽ ലഭിച്ചു. ഈ സ്വീകാര്യത നിങ്ങളുടെ എനർജിയെ കൂടുതൽ ശക്തമാക്കുന്നു. ഓർക്കുക, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളെ നയിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരിക്കലും ഒച്ചയുണ്ടാക്കില്ല. അത് അടയാളങ്ങൾ, നമ്പറുകൾ, പാട്ടുകൾ, സ്വപ്നങ്ങൾ, യാദൃച്ഛികതകൾ എന്നിവയിലൂടെ മന്ത്രിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും ആവർത്തിക്കുമ്പോഴോ ഒരു പാറ്റേൺ തെളിയുമ്പോഴോ പെട്ടെന്ന് എല്ലാം ശരിയാകാൻ തുടങ്ങുമ്പോഴോ മനസ്സിലാക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകവും പുറത്തെ ലോകവും ഒന്നാകുന്ന നിമിഷമാണത്. ഇവിടെ നിന്നാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ അത്ഭുതം തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി യൂണിവേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. നമ്മുടെ വൈബ്രേഷൻ, ഫീലിംഗ്സ്, വിശ്വാസം എന്നിവയ്ക്കനുസരിച്ച് അതെങ്ങനെ മറുപടി നൽകുന്നു എന്ന്. എന്നാൽ ചോദ്യം ഇതാണ്, ഇത് ശരിക്കും അനുഭവിച്ച ആരെങ്കിലുമുണ്ടോ? ആരെങ്കിലും തങ്ങളുടെ വിശ്വാസം കൊണ്ടും നന്ദി കൊണ്ടും വിധി മാറ്റിയിട്ടുണ്ടോ? അതെ, അർജുൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരൻ, പക്ഷെ ഉള്ളിൽ നല്ലൊരു വിശ്വാസി. അവൻ യൂണിവേഴ്സിനെ മനസ്സിലാക്കുക മാത്രമല്ല, അതിനൊപ്പം ജീവിക്കാൻ പഠിക്കുകയും ചെയ്തു. ഇനി അവന്റെ കഥ കേൾക്കൂ. ഭയത്തെ വിശ്വാസം കൊണ്ട് തോൽപ്പിക്കുകയും നന്ദി കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്ത യാത്ര. ചിലപ്പോൾ ജീവിതത്തിലെല്ലാം നിന്നു പോകുന്ന ഒരു ഘട്ടം വരാറുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഫലം കിട്ടില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ യൂണിവേഴ്സ് എപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലോ, ശരിയായ സമയത്ത് ശരിയായ സമ്മാനം തരാൻ അത് കാത്തിരിക്കുകയാണെങ്കിലോ? ഇന്നത്തെ കഥ അങ്ങനെയൊരു ചെറുപ്പക്കാരൻ്റേതാണ്. അവൻ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പഠിച്ചു, തന്റെ ചിന്ത കൊണ്ട് വിധി മാറ്റി. അവന്റെ പേര് അർജുൻ. 22 വയസ്സ്. നിറയെ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ വിധി അവനെ തളർത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും അവൻ കഷ്ടപ്പെടുന്നു, അഫർമേഷൻസ് പറയുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, പക്ഷേ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ രാത്രി അവൻ ആകാശത്തേക്ക് നോക്കി ചോദിക്കും, യൂണിവേഴ്സ്, നീ എന്റെ കാര്യം കേൾക്കുന്നുണ്ടോ? അർജുന്റെ ജീവിതം സ്റ്റക്കായിരുന്നു. ജോലി കിട്ടുന്നില്ല, ആത്മവിശ്വാസം കുറയുന്നു, വീട്ടുകാരുടെ സമ്മർദ്ദം കൂടുന്നു. മാനിഫെസ്റ്റേഷൻ പുസ്തകങ്ങളിൽ മാത്രമേ നടക്കൂ, യഥാർത്ഥ ജീവിതത്തിൽ നടക്കില്ല എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ദിവസം അവൻ ഒരു വരി വായിച്ചു, യൂണിവേഴ്സ് തരുന്നത് നീ പറയുന്നതല്ല, നീ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതാണ്. ആ ദിവസം അവനൊരു തിരിച്ചറിവുണ്ടായി. കാരണം അവൻ എപ്പോഴും ഭയത്തിലും സംശയത്തിലുമാണ് ജീവിച്ചിരുന്നത് എന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം അർജുൻ ഒരു ചെറിയ പരീക്ഷണം തുടങ്ങി. അവൻ തന്നോട് തന്നെ പറഞ്ഞു, ഇനി ഞാൻ ഒന്നിന്റെയും പിന്നാലെ ഓടില്ല, ഞാൻ എന്റെ വൈബ്രേഷൻ മാറ്റാൻ പോവുകയാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവൻ പറയും, താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് വേണ്ടി എല്ലാം നന്നായി വരുന്നു. മനസ്സ് ഭയപ്പെടുത്തുമ്പോഴെല്ലാം അവൻ ആവർത്തിക്കും, യൂണിവേഴ്സ് എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. പതുക്കെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം വരാൻ തുടങ്ങി. അവൻ ഇപ്പോൾ ഫലത്തിനു പിന്നാലെ പോകുന്നില്ല. പോസിറ്റീവായിരിക്കുക എന്നത് അവന്റെ ശീലമായി മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അർജുന് സൂചനകൾ ലഭിക്കാൻ തുടങ്ങി. പകൽ 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് അടിക്കടി കാണുന്നു.
പഴയൊരു സുഹൃത്ത് വിളിച്ച് എടാ എൻ്റെ ഓഫീസിൽ ഒഴിവുണ്ട്, നീ അപ്ലൈ ചെയ്യ് എന്ന് പറയുന്നു. ആ റാൻഡം അവസരം അർജുന് വാതിൽ തുറന്നുകൊടുത്തു. ഇന്റർവ്യൂവിൽ അവൻ തലേദിവസം വിഷ്വലൈസ് ചെയ്ത അതേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം മാസങ്ങളായി അവൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ജോലി അവന് ലഭിച്ചു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യൂണിവേഴ്സ്, നീ ശരിക്കും കേൾക്കുന്നുണ്ട്. അന്ന് അർജുൻ മനസ്സിലാക്കി, യൂണിവേഴ്സ് ഒരു മാജിക് ട്രിക്കല്ല, ഇതൊരു പ്യുവർ എനർജി സിസ്റ്റമാണ്. അത് സംസാരിക്കില്ല, കേൾക്കില്ല, അത് വൈബ്രേഷൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി ഇല്ലായ്മയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മ തരും. നിങ്ങളുടെ എനർജി നന്ദിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് സമൃദ്ധി തരും. അർജുൻ തന്റെ ഡയറിയിൽ കുറിച്ചു, യൂണിവേഴ്സിനെ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇപ്പോൾ അർജുന്റെ ശ്രദ്ധ ഫലത്തിൽ നിന്ന് മാറി ഫീലിംഗിലേക്ക് വന്നിരുന്നു. അവൻ എന്നും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം അലൈൻ വിത്ത് യുവർ എനർജി. ഇപ്പോൾ അവന്റെ ജീവിതം അത്ഭുതമായി മാറിയിരിക്കുന്നു. ജോലി കിട്ടി, ആത്മവിശ്വാസം കൂടി, ഏറ്റവും വലിയ സമ്മാനം മനസ്സമാധാനം കിട്ടി. ഇന്നും അവൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ പറയും, യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ് യുവർ ടൈമിംഗ്. സുഹൃത്തെ, അർജുനെപ്പോലെ നിങ്ങളും ഏതെങ്കിലും കഷ്ടപ്പാടിലൂടെ കടന്നുപോവുകയാണെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, യൂണിവേഴ്സ് എപ്പോഴും കേൾക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എനർജി ശരിയായ ദിശയിലേക്ക് അയച്ചാൽ മതി. ഓരോ ദിവസവും പറയൂ, താങ്ക് യു യൂണിവേഴ്സ്, എന്റെ സമയം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാം യൂണിവേഴ്സ് നിങ്ങൾക്കായി തനിയെ വഴികൾ തുറക്കുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂണിവേഴ്സ് ശരിക്കും കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ താങ്ക് യു യൂണിവേഴ്സ്, ഐ ട്രസ്റ്റ് യുവർ ടൈമിംഗ് എന്ന് എഴുതുക. അങ്ങനെ നിങ്ങളുടെ എനർജി യൂണിവേഴ്സിലേക്ക് എത്തട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരണം ഒരു പോസിറ്റീവ് മെസ്സേജ് ചിലപ്പോൾ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.